ഹലോ എവ്രിബഡി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും രാശി സാഹി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കുഞ്ഞു കുഞ്ഞു വ്ലോഗ്സ് ഇടാറുണ്ടായിരുന്നു. വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞു കുഞ്ഞു ഷോർട്സ്, കാണുന്ന എവിടെയെങ്കിലും പോകുന്ന വീഡിയോ. അപ്പം ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രത്തുള്ള ആളാണ്. എൻ്റെ പേര് റാസിയ എന്നാണ്. ഞാൻ പ്രോപ്പർ ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഈ UR-INF എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പിൻ്റെ ഇത് കാണിക്കുന്നത് ഒരു ലാപ്ടോപ്പാണ് കേട്ടോ. ഞാൻ ഓൺലൈൻ ട്യൂട്ടറാണ്. ആൻഡിൽ ബി ലോൺ അക്കാഡമിയിലൊരു ഓൺലൈൻ ട്യൂട്ടറാണ്. അപ്പം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുമായിരുന്നു. എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം. ഫ്രീ ആകുന്നത് അത്രയും ടയേർഡായാൽ മാത്രം എനിക്ക് ഫ്രീ ആകാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ നാൾ കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വ്ളോഗ് ഇടണം. എൻ്റെ ഉമ്മ ഒരു വ്ളോഗറാണ്. സോ ഞാൻ അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഞാനും തുടങ്ങിയതാണ്. ഇതൊരു നമുക്ക് ഈ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഒരു റിലാക്സേഷനാണ്, നമുക്കൊരു ടൈം സ്പെൻഡിങ് പരിപാടിയാണ് ഈ വ്ളോഗിങ് എന്ന് പറയുന്നത്. ചിലർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇടുന്നവരുണ്ട്, ചിലർ അതൊരു ബിസിനസ്സായിട്ട് കാണുന്ന രീതിയിൽ ഇടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു എങ്ങനത്തെ വീഡിയോസ് ഇടണം. എനിക്ക് പ്രോപ്പറായിട്ട് അറിയാം. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ എന്ത് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു ചിന്തയാണ്, എല്ലാവർക്കും ഞാൻ ആസ് എ ട്യൂട്ടർ ഞാൻ ഈ ഒരു ജോബ് തിരഞ്ഞെടുക്കാൻ പോലും സർവീസ് എന്നുള്ള രീതിയിൽ ആണ് ഞാൻ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാര്യം ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ എൻ്റെ ബ്ലോഗിലും അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നാൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളും കുറച്ച് എനിക്കിഷ്ടപ്പെട്ട സോങ്സും കാര്യങ്ങളും അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള ക്രിയേറ്റീവ് രീതിയിൽ ചെയ്യാനാണ് ആഗ്രഹം. അപ്പോഴാണ് എൻ്റെ മുടി ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഹെയർ ഞാനിപ്പോൾ UAE-ലാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിച്ചിരുന്നത്. ജനിച്ചതും വളർന്നതൊക്കെ അവിടെയാണ്. ആറ്റിങ്ങൽ സ്വദേശിയാണ്. അപ്പോൾ വേറൊന്നുമല്ല, ഞാൻ എന്തെങ്കിലും മുടിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിലും മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ബട്ട് മിനിമലാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഇന്ന് എൻ്റെ മുടി തൊട്ട് നോക്കിയപ്പോൾ എൻ്റെ മുടി ഭയങ്കര തിന്നായിട്ടുള്ള മുടിയാണ്. പക്ഷേ ഇവിടെ UAE-ൽ വന്നപ്പോൾ ഇവിടുത്തെ വെള്ളം എനിക്ക് പിടിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോയാൽ എനിക്ക് വെള്ളം അങ്ങനെ നല്ല ബുദ്ധിമുട്ടാണ്. അതുപോലെ എണ്ണ, നമുക്കറിയാമല്ലോ, നല്ല എണ്ണ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തലമുടിയുടെ കാര്യം പോക്കാണ്, ഡാൻഡ്രഫ് വരും, എല്ലാ ഇഷ്യൂസും വരും. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ ഞാനൊരു എണ്ണ സെർച്ച് ചെയ്തു. നോക്കിയപ്പോൾ കോട്ടയ്ക്കലിൻ്റെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്ന ഓയിലുണ്ട്. പണ്ടൊക്കെ കാലത്ത് എൻ്റെ ഒരു വാപ്പമ്മ ഉണ്ടായിരുന്നു, അതായത് ഉമ്മച്ചീനെ എടുത്ത് വളർത്തിയതാണ്, അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ പറയാം. കാര്യം വേറെ ഒന്നുമില്ല, എൻ്റെ ഉമ്മയുടെ ഉമ്മയും സിംഗപ്പൂരിലാണ്. അപ്പോൾ അതായത് ഉമ്മയുടെ വാപ്പാടെ സിസ്റ്റർ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെയാണ് വളർത്തിയത്. അപ്പം ആ സ്നേഹം ഞങ്ങളോടും ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ണാടി വാപ്പമ്മ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ആളില്ല, എൻ്റെ 9ാം ക്ലാസ്സിലാണ് മരിച്ചു പോയത്. അപ്പോൾ പുള്ളിക്കാരത്തി എപ്പോഴും കുറേ ഇലകളും കാര്യങ്ങളൊക്കെ പോയി തപ്പി പിടിച്ച് അതൊക്കെ കാച്ചി എണ്ണയാക്കി ഞങ്ങളുടെ തലയിൽ, ഞങ്ങൾ എണ്ണ തേച്ചില്ലെങ്കിലും ഇരിക്കടി എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ടാണ് കാച്ചുന്നത്. അപ്പോഴൊക്കെ നല്ല തിക്നെസ്സായിരുന്നു ഞങ്ങളുടെ മുടിക്കൊക്കെ. ഞങ്ങൾക്ക് ഒരു ഡാൻഡ്രഫോ ഇങ്ങനെ മസാജ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ നമ്മളത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ള ഡീമെറിറ്റും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇതിൽ വരും അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഫീലിംഗ്, ഒരു കണ്ണാടി വാപ്പുമ്മ അന്ന് ഉണ്ടാക്കിയ ആ ഒരു എണ്ണയുടെ ഫീല് ഞാൻ കോട്ടയ്ക്കൽ ആ എണ്ണ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. അപ്പം ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഞാൻ എണ്ണ എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ആ ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാര്യം ഇടയ്ക്കൊരു തവണ എൻ്റെ മുടി നരയ്ക്കാൻ തുടങ്ങി. എനിക്ക് 10-30 വയസ്സായി. അപ്പോൾ മുടികൾ നരയ്ക്കാനും തുടങ്ങി. അപ്പോൾ ആ ഒരു മുടി ഞാൻ
എനിക്ക് നര കാണുമ്പോൾ ചെറുതായിട്ട് വിഷമം വരും. കാര്യം വയസ്സായി പോവുകയാണല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു നര പിടിച്ചു വലിച്ചപ്പോൾ ആ മുടി തൊട്ട് നോക്കിയപ്പോൾ ഇത്രയും കട്ടിയോ എന്ന് ഞാൻ വിചാരിച്ചു. കാര്യം അത്രയും തിന്നായിട്ടുള്ള മുടി പെട്ടെന്ന് കട്ടി വയ്ക്കുമ്പോൾ നമുക്കൊരു ഷോക്ക് വരും. ഇത്രയും അതായത് എണ്ണ കാച്ചി എണ്ണ പോയി, ഉണ്ടാക്കി തരുന്ന ആൾ പോയി, മസാജ് ചെയ്ത് തരുന്ന ആൾ പോയി. അപ്പം അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ ഒരു എണ്ണ കിട്ടുക, നമുക്കത് യൂസ്ഫുള്ളാകുക, അപ്പം ഭയങ്കര ബെനിഫിറ്റായിട്ട് തോന്നിയിട്ട് ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുവാണ്. ഒന്ന് നോക്കാം. ധൂർത്തരൂപ പത്രാദി വെളിച്ചെണ്ണ, ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇതിപ്പോൾ ഇതുണ്ട് എത്രയാക്കി ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഇനി ഈ അടുത്ത കുപ്പി ആരെങ്കിലും വരുമ്പോൾ ഇനി ഈ 2 കുപ്പിയെങ്കിലും വാങ്ങിച്ച് കൊടുത്തുവിടാൻ പറയണം. കാര്യം നല്ല എഫക്റ്റീവാണ്. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ കളത്തരൊന്നുമല്ല പറയുന്നത്, ഇതൊരു അഡ്വർടൈസ്മെൻറ്റിനും ഉള്ള, ഞാനും കോട്ടയ്ക്കലായിട്ട് ഒരു ബന്ധവുമില്ല, ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ഇത് ഭയങ്കര നല്ലൊരു എണ്ണയാണ്, കാച്ചിയ എണ്ണയാണ്. എൻ്റെ മുടി നല്ല കട്ടിയായി, സാധാരണ പിടിച്ച് വലിക്കുമ്പോൾ പൊട്ടിപ്പോകുന്ന മുടിയാണ്. അപ്പോൾ ഇത് ഇട്ടപ്പോൾ എനിക്ക് തോന്നിയില്ല, നല്ല റിഫ്രഷ്മെൻറ്റാണ്. ഇത് നമ്മൾ കാച്ചിയ എണ്ണ ഇട്ട് കുളിക്കുന്നവർക്ക് അത് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. അത് വെളിച്ചെണ്ണ ഇട്ട് കുളിച്ചാലൊന്നും ആ ഒരു സുഖം കിട്ടില്ല. നല്ല രീതിക്ക് മസാജ് ചെയ്ത് നമ്മൾ മറ്റേ ഷാംപൂ മസാജർ വാങ്ങിക്കും, നമുക്ക് ഓൺലൈനിൽ പേർപ്പിളിലും നൈക്കിയിലും ഒക്കെ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ ആമസോണിലും എല്ലാത്തിലും കിട്ടും ഈ ഷാംപൂ മസാജർ. ആദ്യം നമ്മൾ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ തലയിലുള്ള ഉടക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ എണ്ണ യൂസ് ചെയ്യാൻ. ആദ്യം നല്ല രീതിക്ക് ആ ഉടക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ മുടി ഇത് തേക്കുക. ഉള്ളിൽ നല്ല രീതിക്ക് തേച്ചിട്ട് ഒരു കട്ടിയുള്ള ചീപ്പോ ഇതുപോലെ ഷാംപൂ മസാജറോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലോണം ഉരച്ച് തേക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ തേച്ചിട്ടൊരു 15 മിനിറ്റ്സോ ഒരു 30 മിനിറ്റ്സൊക്കെ വെച്ച്, ചിലവർക്ക് നീരിറക്കം പോലെയൊക്കെ വരും കുറേ നേരം എണ്ണയൊക്കെ വെച്ചാൽ. മാക്സിമം ഒരു 15 to 30 മിനിറ്റ്സ് വെച്ചാൽ നമ്മുടെ മുടിക്ക് ഉള്ളിൽ ഇത് ഇറങ്ങിയിട്ട് അടുത്തൊരു പരിപാടി ചെയ്യണം. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട്. ജോബീസ് ഒരു ഹെന്നയുടെ മാസ്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ല, ഇപ്പോൾ ഞാനത് കളഞ്ഞു കേട്ടോ, വേസ്റ്റ്. ഒരു ഗ്രീനിഷ് കളറാണ് ജോബീസിൻ്റെ ഹെന്ന ഹെയർ മാസ്ക് പോലെ കിട്ടും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഹെയറിൽ ഗ്രേയിങ്ങിനുള്ള, ഇപ്പം നമ്മൾ പലതും കളേഴ്സും കാര്യങ്ങളും ഹെയർ കളേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്താൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലൊക്കെ ആ മുടി നിൽക്കും. ഒരുപാട് മറ്റേ നമ്മൾ റിയലായിട്ട് മൈലാഞ്ചി എടുത്ത് തേക്കുന്ന ഹെന്ന അല്ലെങ്കിൽ മൈലാഞ്ചി എടുത്ത് തേക്കുന്ന പോലെ വരത്തില്ല, ഒരു ലൈറ്റ് ബ്രൗൺ. അപ്പോൾ ബ്ലാക്കും ആ ഒരു കളർ അതിൻ്റെ അകത്തൊന്ന് പാച്ചപ്പായിട്ട് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മാസ്ക് സ്ട്രെയിറ്റ് തേക്കരുത്, ഭയങ്കര കുറച്ച് പൊടി മിക്സൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം അതിന് പകരം നമ്മൾ എന്ത് ഷാമ്പു, ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യുന്നതാണെന്നുള്ളത്, ഞാൻ ഡവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ഇട്ടിട്ട് മാസ്ക് കുറച്ച് ഈ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വേണം ഈ മാസ്ക് തലയിലിടാൻ. മാസ്കും തലയിലിട്ടിട്ട് അതൊരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട സ്ട്രെയിറ്റ് കുളിക്കാൻ പോവുക. കുളിച്ച് നല്ല രീതിക്ക് കഴുകിയിട്ട്, ഈ മാസ്ക് ഇടുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ, ഈ ഹെന്ന മാസ്ക് ഇടുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കാം മുടി, ഷാമ്പൂ വിട്ട് ഇത് മിക്സ് ചെയ്ത് ഡ്രൈ. അപ്പോൾ അതിനാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക. കണ്ടീഷണർ നല്ലോണം ഹെയറിലൊക്കെ പിടിപ്പിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിക്കളഞ്ഞാൽ നല്ല സെറ്റാവും നമ്മുടെ മുടി. ജസ്റ്റ് നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ഇപ്പോൾ ഹെയർ സ്പാ ചെയ്തതുപോലെ ഇരിക്കും. സീരിയസ്ലി ആ ഒരു മാസ്ക് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് അതിനുള്ള കമൻറ്റ്സ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് മൈ വ്ലോഗ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റിലൂടെ പറയുക, എന്തെങ്കിലും തെറ്റും പോരായ്മകളുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.